ഹലോ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ നാദിറ. ഇതുവരെ ഞാൻ നമ്മളുടെ ലാവൻഡർ ഗാർഡനും കാര്യങ്ങളൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് തിരിച്ച് ദുബായിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് വീഡിയോ ഓവർ ലെങ്ത് ആക്കി ലാഗടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താ പറയുക, ഗാർഡനിൽ നിന്ന് ഇറങ്ങിയ ഇതുവരേക്കുള്ള കാഴ്ചകൾ മാത്രം നമ്മൾ തൽക്കാലത്തേക്ക് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം ബാക്കി കുറച്ച് വീഡിയോസ് ബാക്കി ഉണ്ടായിരുന്നു. അതായത് ഞാൻ നാട്ടിലെത്തുന്നവരേക്കുള്ള വീഡിയോസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് പിന്നെ ഇടാം എന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ലാവൻഡർ ഗാർഡനൊക്കെ കണ്ട് ഭയങ്കര രസമായിരുന്നു കാഴ്ചകൾ. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുർഫുഖാൻ വഴിയാണ് പോകുന്നത്. അപ്പോൾ കുർഫുഖാൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു. അപ്പോൾ ഏതായാലും പോകുമ്പോൾ ഇതുകൂടെ കണ്ടിട്ട് ഇവിടെ ഒരു ബീച്ചൊക്കെ ഉണ്ട്, അതുപോലെ ഒരു വാട്ടർഫാൾസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാമെന്ന് കരുതി. പകലേതായാലും നമുക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ തിരിച്ചു പോകുന്ന പോക്കിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇതുവഴി വന്നു എന്നെങ്കിലും നമുക്ക് പറയാമല്ലോ എന്ന് കരുതി അങ്ങനെ വന്നതാണ്. ഇവിടുന്ന് നമ്മൾ ഇനിയിപ്പോൾ നേരെ പോകാൻ പോകുന്നത് ദുബായിലോട്ടാണ്. ദുബായിൽ പോയി എനിക്ക് നേരെ പോയി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നാളെ ഈവനിങ് എൻ്റെ ഫ്ലൈറ്റാണ് നാട്ടിലേക്ക് തിരിച്ചു പോകാനായി. ഞാനൊരു 10-15 ദിവസം ആയിട്ടേ ഉള്ളൂ വന്നിട്ട്. എനിക്ക് ഒരു മാസം നിൽക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ ഇവിടുത്തെ തണുപ്പിൻ്റെ ഒരു കാരണം കൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കുർഫഖാൻ ബീച്ചിൽ ഒന്ന് ഇറങ്ങിയിട്ട, പക്ഷേ ഒടുക്കത്തെ തണുപ്പ് കാരണം എനിക്കിവിടെ നിൽക്കാൻ തന്നെ വയ്യ. നല്ല തണുപ്പാണ് കേട്ടോ, തണുത്ത കാറ്റടിക്കുന്നുണ്ട്. പിന്നെ രാത്രി നമുക്ക് ഈ ബീച്ചിലെ കാഴ്ചകളൊന്നും കാണാൻ വലിയ രസം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഈവനിങ് സമയത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാമായിരുന്നു. ആൾക്കാരൊന്നുമില്ല കേട്ടോ, കുറവാണ്, ആളുകളൊന്നുമില്ല. തണുപ്പായതുകൊണ്ടായിരിക്കാം തോന്നുന്നു. അപ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കണ്ടു. അങ്ങനെ നേരെ തിരിച്ച് കാറിൽ കയറി ഇനി നേരെ ദുബായിലേക്ക് പോവാം. ഫുഡൊക്കെ അവിടെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ദുബായിൽ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഇനി തിരിച്ച് ഞാൻ ജബൽ അലിയിലേക്ക് തന്നെ യാത്ര ചെയ്യണം. അപ്പോൾ ഏകദേശം നമുക്ക് ഇവിടുന്ന് തന്നെ 150 കിലോമീറ്ററോളം ഇനി യാത്ര ബാക്കിയുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് വഴിയിലൊക്കെ ഇതേപോലെ ആൾക്കാരും ഈ മണലിലൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വണ്ടി നിർത്തി ഇതൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് കണ്ടിരിക്കാനല്ലാതെ വേറെ വഴിയില്ല. സത്യം പറഞ്ഞാലൊരു ഡെസേർട്ട് റൈഡൊക്കെ നടത്തണം, ഡ്രൈവൊക്കെ നടത്തണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം അതൊന്നും നടന്നില്ല. അപ്പം ഇങ്ങനെ ആൾക്കാരിങ്ങനെ വണ്ടി ഓടിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര അസൂയാവുന്നു ഗൈസ്. വേറെ വഴിയില്ലല്ലോ. പിന്നെ ഇപ്പോൾ രാത്രി ആയത് കൊണ്ട് തന്നെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ വണ്ടിയായിട്ട് അറബ്സാണെന്ന് തോന്നുന്നു. അതുപോലെ നമ്മളതൊക്കെ കണ്ട് കാഴ്ചകൾ കാണാൻ മാത്രമേ നമുക്ക് പ്രാവശ്യം അവസരമുള്ളൂ. ഏതായാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഗൈസ്.
അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്തിട്ട് നമ്മളിത് ദേരയിലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു. കാർ എവിടെ നോക്കിയിട്ടും പാർക്ക് ചെയ്യാൻ പറ്റില്ല. അവസാനം നമ്മൾ ഏകദേശം 10-10:30 ആയപ്പോഴേക്കും നെസ്റ്റോയിൽ കയറേണ്ടി വന്നു. കാരണം പാർക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് അവിടെ കയറി. പിന്നെ ഇവിടെ നെസ്റ്റോയിലാകുമ്പോൾ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നാട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് അൽമാംസാറിൽ വന്നിട്ട് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനും നെസിയും നടന്നൊരു റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുന്ന ആ റെസ്റ്റോറൻറ്റാണ് ഈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ മുമ്പ് നമ്മൾ വന്നപ്പോൾ കഴിച്ച ഫുഡിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല കേട്ടോ. സെയിം ഒന്നല്ല, സൂപ്പൊന്നും വലിയ രസം ഉണ്ടായിരുന്നില്ല. ഞങ്ങളിതവിടെ പുറത്തിരുന്നായിരുന്നു കഴിക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ തണുപ്പ് കാരണം നേരെ ഉള്ളിലോട്ട് പോയി കുറച്ച് കഴിച്ചില്ല എന്ന് വെച്ച് നമ്മൾ തിരിച്ചു പോവാണ്. ഇനി നേരെ ജബൽ പോകണം. ഇവിടുന്ന് 50 കിലോമീറ്റർ ജബൽ അലിയിലേക്കുണ്ട്. അങ്ങനെ നേരെ പോവാം. ഇനിയിപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കണം. ഇനിയിപ്പോൾ രാത്രി ഏകദേശം ഇപ്പം തന്നെ 11 മണിയായി. ഇനി ഞാൻ റൂമിലെത്തി കിടക്കാനാകുമ്പോഴത്തേന് ഏകദേശം സമയമാവും. അപ്പോൾ നാളെ രാവിലെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ഒരു 6 o'clockനൊക്കെയാണ് എൻ്റെ ഫ്ലൈറ്റ് ഉള്ളത്. അതിനുള്ളിൽ നെസിനെ ഒന്ന് പോയി കാണണം. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിതാ ഇനി ഫ്ലൈറ്റിൽ കയറണം. ഫ്ലൈ ദുബായിലാണ് നമുക്ക് ടിക്കറ്റ്. നേരെ കയറുക, നാട്ടിലേക്ക് പോവുക. നമ്മൾ നൻപറുകൾ നാട്ടിൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി നാട്ടിൽ വെച്ച് കാണാം ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നാട്ടിലെ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.